ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിലിൻ്റെ ജപ്പാൻ റിലീസ് ജൂലൈ 18 അപ്പം ഇതിൻ്റെ ടിക്കറ്റ് ഓൺലൈനിൽ ഇട്ട സമയത്ത് വെറും 15 മിനിറ്റിൽ ഇട്ട എല്ലാ ടിക്കറ്റും സോൾഡ് ഔട്ട് ആയെന്നുള്ളതാണ്. പട്ടാന്ന് പരിപാടി കഴിഞ്ഞു, ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി. അപ്പോൾ അത്രയും ഹൈപ്പാണ് ജപ്പാനിൽ ഈ ഒരു സിനിമയ്ക്ക്. ഇന്ത്യയിലെ ഇത്രയും ഹൈപ്പുണ്ട്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു അനിമേ കമ്മ്യൂണിറ്റിയൊക്കെ കട്ടക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത്രയും ഹൈപ്പുള്ള ഒരു സിനിമയാണിത്. അപ്പം അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും എന്ന് നമുക്ക് കാണാം. എന്തായാലും നമുക്ക് 1.5 മാസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് സെപ്റ്റംബർ 12 ഉള്ളൂ സിനിമ. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഭയങ്കര വിഷമം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ റിലീസ് ആയാലും ഉറപ്പായിട്ട് ഈ സാധനം ലീക്കാവും. ഇതിൻ്റെ ഹോൾ സിനിമയെ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ചില ഇല്ലീഗൽ സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധനം കിട്ടും. നമുക്ക് ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഫ്രഷ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. കാരണം എന്തായാലും ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ പറയുന്ന ജസ്റ്റ് ഒരു ക്ലിപ്പെങ്കിലും ഇതിൻ്റെ കാണും. അങ്ങനെ നമ്മുടെ അൽഗോരിതത്തിൽ അത് വരും എന്നുള്ളതാണ്. അപ്പം ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടില്ല, ഫ്രഷ് ആയിട്ട് കിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് കാണും, അത് സിനിമ കാണുന്ന സമയത്ത് അത് കാണും. എന്തായാലും സെപ്റ്റംബർ 12 ഇന്ത്യയിൽ റിലീസുണ്ട്. മേജർ സിറ്റീസിലെല്ലാം റിലീസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളത് യാതൊരു ഉറപ്പുമില്ല. എന്തായാലും എൻ്റെ നാട്ടിൽ റിലീസ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. പത്തനംതിട്ട എന്തായാലും ഈ സാധനം റിലീസ് ചെയ്യില്ല. ഇനി അത്ര വലിയ മിറക്കിളില്ല സംഭവിക്കണം പത്തനംതിട്ട റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ പോകേണ്ടി വരും. എന്തായാലും കാണും, നമ്മൾ പടം തിയേറ്ററിൽ കാണും.